ഇല്ല. അപ്പോൾ ഒരിക്കലും ഒരു PR കൊണ്ട് ഒരാൾ ജയിക്കില്ല. ആ കാര്യം ജിൻഡോൻ്റെ കാര്യത്തിൽ സത്യമാണ്. ജിൻഡോ PR കൊണ്ട് മാത്രമാണോ ജയിച്ചത്? ഒരിക്കലുമില്ല. കാരണം ജാസ്മിനെ തോൽപ്പിക്കണം എന്ന് മാത്രമേ ജിൻഡോൻ്റെ സീസണിൽ ഉണ്ടായിരുന്ന മെയിൻ ഉദ്ദേശം. കാരണം ജാസ്മിൻ ജീവിതം വെച്ച് കളിച്ച് ആകെ അലമ്പ് അത്രയും നെഗറ്റീവ് ആയിരുന്നു. അത് ഈ സീസണിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആ അർജുൻ ഒന്ന് വായ തുറന്ന് സംസാരിച്ചിരുന്നു വെച്ചാൽ അർജുൻ ഫസ്റ്റ് എത്തുമായിരുന്നു. അർജുൻ ഒരു അക്ഷരം മിണ്ടാതെ പതുങ്ങി കളിച്ച് സെക്കൻഡായി. അപ്പോൾ ജിൻഡോനെ മാത്രമാണ് അവിടെ. ബിഗ് ബോസ് അടക്കം ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ജിൻഡോൻ്റെ തമാശകളും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുക്കിയിട്ടുണ്ടാവും ബിഗ് ബോസ്. നമ്മൾ പുറത്തധികം കണ്ടിട്ടില്ലേ, പുറത്തേക്ക് അധികം കാണിച്ചിട്ടില്ലേ. അങ്ങനെ ജിൻഡോനെ എല്ലാവരും താങ്ങിയിട്ടാണ് ജിൻഡോ ജയിച്ചത്. അതിൻ്റെ ഇടയിൽ സെബിനൊക്കെ നന്നായി വിൻ ചെയ്യേണ്ട ഒരാളായിരുന്നു. സെബിനെ വയ്യ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കാക്കി. അപ്പോൾ അങ്ങനെ ജിൻഡോനെ ആക്കിയതിൽ ഒരു പകുതി പങ്കും ബിഗ് ബോസിന് തന്നെ ഉണ്ട്. പിന്നെ ആരുള്ളത്? അർജുൻ വായ തുറന്നിട്ടില്ല. മുടിയൻ അധികം സ്വന്തം കാര്യം നോക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആരും സിജോ ഒക്കെ എന്ത് കാണിച്ചു കുട്ടി, ഒരു പ്രതീക്ഷൻ്റെ ഇരുന്ന സീക്രട്ട് ഏജന്റ് ഒക്കെ വന്ന് എന്താണ് കാണിച്ചതെന്ന് നമ്മൾ കണ്ടത്. അപ്പം അത് ജിൻഡോൻ്റെ മിടുക്ക് തന്നെയാണ്. ആ സീസണിൽ ജയിക്കാൻ ഒരാൾ പോലും ഇല്ലേ. ജാസ്മിനെ നമ്മളിപ്പോൾ പറയുന്നത് ജാസ്മിൻ അനുഭവിച്ച കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ ജാസ്മിന് വൻ നെഗറ്റീവായിരുന്നു. ജാസ്മിന് വോട്ട് കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. അങ്ങനെ ജാസ്മിൻ തേർഡായി, അത് അല്ലെങ്കിൽ സെക്കൻഡെങ്കിലും ആവുമായിരുന്നല്ലോ. അപ്പോൾ ജിൻഡോനെ സാധാരണക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ജിൻഡോ ഇപ്പോൾ കാണിക്കുന്ന പുറത്തിറങ്ങിയിട്ടുള്ള സ്വഭാവമല്ല ജിൻഡോ അന്ന് കാണിച്ചിരുന്നത്. കാരണം ഭയങ്കര തമാശ, ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു ജിൻഡോ ആയിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടത്. ആളത് അഭിനയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 100 ദിവസം അഭിനയിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും അതിൽ ബിഗ് ബോസ് ഒരു പാർട്ടാണ്. അപ്പോൾ ഈ PR കൊണ്ടൊന്നും ഒരാളും ഇവിടെ ജയിക്കില്ല. ജനങ്ങളുടെ സപ്പോർട്ട് തന്നെ